ലക്കി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളക്കടല വെച്ചിട്ട് വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെള്ളക്കടല വെച്ചിട്ട് വളരെ രുചികരമായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ദോശമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലക്കറിയും ദോശയും ആണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ വെള്ളക്കടല കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളമെല്ലാം വാറ്റിക്കളഞ്ഞ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് പോകാം, പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി തയ്യാറാക്കി എടുക്കണം. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കടല കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കുക്കറിലോട്ട് ഇട്ട് കൊടുത്തോട്ടോ. പിന്നെ മീഡിയം സൈസിലെ തക്കാളി 2 അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മീഡിയം സൈസിൽ സബോള 1 അരിഞ്ഞത് കുനുകുനാ അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ 2 പച്ചമുളകും ഇഞ്ചി പേസ്റ്റ്, അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കറി മസാലപ്പൊടി, കുരുമുളക് പൊടി പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ കൈവച്ച് നല്ലപോലെ അങ്ങോട്ട് 1 മിനിറ്റോളം നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുത്ത് അങ്ങോട്ട് സെറ്റാക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക്ക് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ. സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഷെയർ ആയി വരുള്ളൂ കേട്ടോ. 1 മിനിറ്റോളം നല്ലപോലെ കൈവച്ച് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണേ. എന്നിട്ട് കടല മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് വേവിക്കാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പെരുന്നാൾ സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ട് താമസിയാതെ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ പെരുന്നാൾ സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പാത്തൂസിൻ്റെ വിശേഷങ്ങൾ കേൾക്കണോ? പാത്തൂസിന് ഇത്രയും ദിവസം വെക്കേഷനിൽ രാവിലെ ആയിരുന്നു കേട്ടോ മദ്രസ. ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ വൈകിട്ടാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് ഒരുക്കാനായിട്ട് ഞാൻ പോയപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് മദ്രസയിൽ പോയാൽ മതി, സ്കൂളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ട് വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മോൻ്റെ ഫിഷ് ടാങ്കിലെ അരികിലേക്കൊന്ന് കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് നേരം മീനൊക്കെ കാട്ടിക്കൊടുത്ത് അങ്ങോട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മദ്രസയിലെ കാര്യം അങ്ങോട്ട് മറന്നങ്ങോട്ട് പോയിട്ടോ. മോൻ്റെ വിശേഷങ്ങൾ കേൾക്കണോ? രാവിലത്തേന് സ്കൂളിലേക്ക് ഫുഡൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. ഇപ്പോൾ 8ാം ക്ലാസ്സിലായി, ഹൈസ്കൂളായി. അപ്പോൾ ഇവനൊരു ആഗ്രഹം, എന്ത് സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ തീമിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടലക്കറി അങ്ങോട്ട് റെഡിയായാൽ ദോശ റെഡിയാക്കിയെടുത്ത് വേഗം തന്നെ അവനുള്ള ഫുഡ് അങ്ങോട്ട് ആക്കി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. കടല അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് തൊട്ട് മുന്നായിട്ട് കടലയുടെ 1/3 ഭാഗം നല്ലപോലെ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് ഉടച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ കടലക്കറിക്ക് നല്ല കൊഴുപ്പും കട്ടിയാർന്നതാവുള്ളൂ കേട്ടോ. അങ്ങനെ 1/3 ഭാഗം നല്ലപോലെ അങ്ങോട്ട് ഉടച്ച് ചേർക്കാനേ. അതിനുശേഷം നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അധികമൊന്നും തിളപ്പിക്കാനൊന്നും പാടില്ല. തീ കുറച്ച് വെച്ച് നല്ലപോലെ അങ്ങോട്ട് കുക്കായ ശേഷം നമ്മുടെ സർവിങ് പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കടലക്കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സർവിങ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയായി രുചികരമായും തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറി റെസിപ്പിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മുടെ കടലക്കറി അങ്ങോട്ട് സെറ്റായി. ഇനി നമുക്ക് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് മീൻകറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, ഒരുപാട് തവണ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇത് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ്, കുറച്ച് ലേറ്റായി പോയിട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി സെറ്റായി. ഇനി നമുക്ക് ആച്ചുമോൻ്റെ ലഞ്ച് ബോക്സ് അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. പപ്പടം വറുത്തിട്ടുണ്ട്, ചോറൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടലക്കറി അങ്ങോട്ട് ആക്കി. അപ്പോൾ ലഞ്ച് ബോക്സ് അങ്ങോട്ട് സെറ്റായി. അങ്ങനെ ഞാനത് നീക്കി വെച്ചു കേട്ടോ. ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തിട്ട് ബാഗിലാക്കി മോൻ സ്കൂളിലേക്ക് അങ്ങോട്ട് പോയിട്ടോ. ഇനി പാത്തൂസിൻ്റെ കാര്യങ്ങളാട്ടോ. പാത്തൂസിൻ്റെ കാര്യങ്ങളും
പിന്നെ മീൻകറി സെറ്റാക്കിയാൽ പിന്നെ അടുക്കളയത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിയട്ടോ. അങ്ങനെ പാച്ചസിനുള്ള ദോശ സെറ്റാക്കി അങ്ങനെ അവൾക്കുള്ള ഫുഡ് അങ്ങോട്ട് കൊടുത്തു. അവൾ വേഗം തന്നെ കഴിച്ചോളൂ കേട്ടോ, വാരി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ മീൻകറി അങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ. കുടംപുളി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് മീനിൻ്റെ ഒരു പകുതി വേവാകുമ്പോൾ എന്താട്ടണം, കട്ടിയാർന്ന തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വളരെ രുചികരമായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല, ഒരുപാട് തവണ ഞാൻ ചാനൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനത്തെ കട്ടിയാർന്ന തേങ്ങാപ്പാൽ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. കുറച്ച് ലേറ്റായി പോയേ. പിന്നെ കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻകറി അങ്ങോട്ട് സെറ്റായി കിട്ടി കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി അങ്ങോട്ട് തേങ്ങാപ്പാലൊക്കെ അങ്ങോട്ട് ഒഴിച്ച് സെറ്റായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചാറിയിട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയോ ഈ മീൻകറിക്ക്? എൻ്റെ പൊന്നു, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഒന്ന് കാണണമെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ പാനാണെങ്കിൽ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതാ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ മീനൊക്കെ ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്നാലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.